ലോകം മുഴുവൻ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ജപ്പാൻ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം ജപ്പാൻ്റെ വ്യോമാതിർത്തി ചൈനീസ് പോർവിമാനങ്ങൾ ലംഘിച്ചു എന്നത് പറഞ്ഞുകൊണ്ടാണ് ജപ്പാൻ രംഗത്തെത്തിയിരിക്കുന്നത്. കിഴക്കൻ ചൈന കടലിലെ നാഗസാക്കി ഡാൻജോ ദ്വീപിന് മുകളിലൂടെയാണ് ഈ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പറന്നത്. 2 മിനിറ്റോളം ഈ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറന്നു എന്ന് ജപ്പാൻ്റെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ജപ്പാൻ യുദ്ധവിമാനങ്ങൾ സജ്ജീകരിക്കുകയും തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. ജാപ്പാനീസ് എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സാണ് ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ലോകത്ത് പലയിടങ്ങളിലായിട്ട് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം, കലുഷിതമായ അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ജപ്പാനും യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്ത അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.